ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചാൽ ഇത് ക്ലാസ്മേറ്റ്സിലാണ് കേട്ടോ. റിനുമോൾക്കൊരു ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നതാണ്. റിനുമോൾക്ക് സർപ്രൈസാണ്. ഇന്ന് ആഷിമോൻ്റെ വെഡ്ഡിങ് ഡേ ആണ്. അപ്പോൾ മോൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചു. ഒരു കേക്കും ഒരു ഡ്രസ്സും വാങ്ങിയിട്ട് മോൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വിചാരിച്ചു. മോൾ ഇവിടെ ഇല്ല, അവൾ വിരുന്ന് പോയതാണ്. അപ്പോൾ ഓരോ ഡ്രസ്സും വലിച്ചിട്ട് ഒന്നും അങ്ങോട്ട് ഇഷ്ടമാണില്ല. ഫസ്റ്റ് ഞാൻ നോക്കിയത് മീഡിയാണ്, അത് കഴിഞ്ഞിട്ട് ചുരിദാർമ്മയ്ക്ക് എത്തി. അങ്ങനെ ഈ ഒരു പച്ച കളർ ഉണ്ട്. എൻ്റെ ക്യാമറ ക്ലാരിറ്റി കുറവാണ് കേട്ടോ, അതാണ് ഇതിലൊരു മങ്ങിയ കളർ പോലെ കാണുന്നത്. നല്ല ഭംഗിയുള്ളൊരു നീല കൂടിയ പച്ച കളർ പോലെ തോന്നി. പിന്നെ ഇവരെ കൊണ്ട് ഞാൻ നിർത്തി നോക്കിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നല്ല കല്ല് വർക്കും നല്ല ഡിസൈനും. ഇനി ഇതൊരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ പറഞ്ഞവർ. അതിൻ്റെ ഷാളൊക്കെ നിർത്തി നോക്കി കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടുണ്ട്. നല്ല പാറ്റേണും നല്ല ക്ലോത്തും. അപ്പം ഞാൻ ആ ചെക്കനോട് പറഞ്ഞു അത് മാറ്റി വെക്കാൻ. പിന്നീട് കാണിച്ചു തന്ന ഏത് ചുരിദാറും എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആ ചുരിദാറാണ് എനിക്ക് മനസ്സിലേക്ക് തൃപ്തിയായത്. അത് കാരണം ഏതേത് കാണിച്ചു തന്നിട്ടും തൃപ്തി വരുന്നില്ല. പിന്നെ അവർ കുറേ മെറ്റീരിയലിൽ കാണിച്ചു തന്നു, മിഡിയിൽ കാണിച്ചു തന്നു, ചുരിദാർ വലിച്ചിട്ടു. അപ്പോഴൊക്കെ എൻ്റെ കണ്ണ് ഉടക്കണത് ഈ ഒരു തുണിയിലാണ്. കാരണം എനിക്ക് മനസ്സിലേക്ക് തൃപ്തിയായത് ഈ ഒരു ചുരിദാർ കേട്ടോ. ഇത് ക്യാമറയിൽ കാണുന്ന കളറല്ലടോ, നല്ല ഭംഗിയുള്ള കളറാണ്. മാഷാ അല്ലാ, എൻ്റെ റിനുമോൾ ഇട്ടാൽ സൂപ്പറായിരിക്കും. ഇൻഷാ അല്ലാ ഇതന്നെ ഞാൻ എടുത്തത്. അവനോട് പറഞ്ഞു ഇത് ബില്ലിട്ടോന്ന്, കാരണം എനിക്കിനിയും ഒരുപാട് പണികളുണ്ട്. ഇതിനിപ്പോൾ റിനുവിൻ്റെ അവിടെ എത്തിക്കണം, സായയിൽ പോയിട്ട് കേക്ക് വാങ്ങണം, അങ്ങനെ കുറച്ചൊക്കെ പണികളുണ്ട്. രണ്ടും കൂടെ കേക്കും ചുരിദാറും റിനുമോളുടെ അവിടെ വീട്ടിലെത്തിക്കണം. മോൾക്ക് സർപ്രൈസാണിത്. അങ്ങനെ പിന്നെ നേരെ വിട്ടു സായിൽ ഇവർ ഒരുപാട് കേക്ക് അതിൻ്റെ ഇതുകളൊക്കെ കാണിച്ചു തന്നു. ഇതൊക്കെ നമ്മൾ കഴിച്ച കേക്കാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് ഒരു കാണിച്ചു തന്ന കേക്കാണ് ഈ ഒരു യെല്ലോ കളർ. ഇതിൻ്റെ വേറൊരു മലായി പേരാണ് പറഞ്ഞത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, പേര് കേൾക്കാനും രസമുണ്ട്. പിന്നെ ഈ പൈനാപ്പിളിൻ്റെ മുള്ളുള്ളതുണ്ടോ, അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ അതിൽ ഈ ആനിവേഴ്സറി ഒക്കെ എഴുതൽ ടാസ്ക്കാണ് തോന്നി, ഒരു വൃത്തി കിട്ടൂലേ തോന്നി. പിന്നെ ഞാൻ അതന്നെ സെലക്ട് ചെയ്തത്. ചുരിദാർ സെലക്ട് ചെയ്തതുപോലെ തന്നെ ആ മഞ്ഞ കേക്ക് തന്നെ സെലക്ട് ചെയ്തത്. ഇത് നല്ല ഭംഗിയുണ്ട്, ഈ പൈനാപ്പിളിൻ്റെ മുള്ളു പോലത്തെ കേക്ക്. പിന്നെ ഇത് നമ്മളുടെ സ്ഥിരം റെഡ് വെൽവെറ്റ്, ബട്ടർ സ്കോച്ച്, അതൊക്കെ പിന്നെ നമ്മളുടെ സ്ഥിരം കസ്റ്റമറാണ് ഇവരൊക്കെ. വാഞ്ചോ കേക്ക് കാണാനും ഭംഗിയുണ്ട്, കഴിക്കാനും ഭംഗിയുണ്ട്. എപ്പോഴും നമ്മളുടെ സ്ഥിരം ആളാണ് വാഞ്ചോ കേക്ക്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചത്. അങ്ങനെ ആ യെല്ലോ കേക്കിനെ തന്നെ നമ്മൾ വാങ്ങിച്ചു. അതുമ്പോൾ 3rd ആനിവേഴ്സറി എന്ന് എഴുതി. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവർക്ക് എന്താ പറയുക, കേക്ക് ഓർഡർ പറഞ്ഞത് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ കേക്ക് ഉണ്ടാക്കുന്നത് ലൈവായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഇത് രണ്ടും എടുത്തിട്ട് റിനുമോളെ അവിടെ കൊടുത്തയച്ചു. റിനുമോള് ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.